ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം പുണ്യമാക്കപ്പെട്ട ഒരു സ്വലാത്താണ്. ആ സ്വലാത്ത് എന്ന് പറയുമ്പോൾ ധാരാളം പ്രത്യേകതകൾ ആ സ്വലാത്തിനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ഐശ്വര്യം കടന്നു വരാൻ കാരണമാകുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു സ്വലാത്താണ്. ഈ സ്വലാത്ത് കാരണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സകലമാന സാമ്പത്തിക അഭിവൃദ്ധി, സാമ്പത്തിക ഐശ്വര്യം എല്ലാം വന്നു ചേരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്വലാത്ത് ഏതാണെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ധാരാളം അമൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളല്ലേ. എന്നാൽ 100 റക്അത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ കൂലി കിട്ടുന്ന പുണ്യമാക്കപ്പെട്ട ഒരു അമല് പഠിപ്പിച്ചു തന്നാൽ എത്ര സന്തോഷകരമായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ധാരാളം പ്രതിഫലം ലഭിക്കുന്ന ഒരു അമലാണത്. ഏതുപോലെ എന്നറിയോ? മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലി കിട്ടുന്ന ഒരു അമലാണ് ഇൻഷാ അല്ലാഹ് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഏതാണ് അമലെന്ന് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ പഠിക്കാം. അള്ളാഹു നമ്മെ ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പുണ്യമാക്കപ്പെട്ട 2 അമലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ അമല് കാരണമായിട്ട് ധാരാളം സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. ഒന്നാമത്തതൊരു സ്വലാത്താണ്, രണ്ടാമത്തതൊരു അമലാണ്. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ചൊല്ലാനും ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ ആ സ്വലാത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? സാമ്പത്തികമായ ഐശ്വര്യം, അഭിവൃദ്ധി നമ്മിലേക്ക് വന്നു ചേരുന്നതാണ്. മഹാനായ ഇസ്മായിലുൽ ഹഖുൽ ബറൂസവി അവിടുത്തെ റൂഹുൽ ബയാനിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. റൂഹുൽ ബയാൻ നോക്കിയാൽ നമുക്ക് കാണാം പ്രിയപ്പെട്ടവരെ, മഹാനവറുകൾ പഠിപ്പിച്ചു തരാണ്, ഈ സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ കെസുറമാലുഹു യൗമും ഫയൗമ, ഓരോ ദിവസം ഇങ്ങനെ കഴിയുന്തോറും അവന്റെ സാമ്പത്തികത്തിൽ അഭിവൃദ്ധി വന്നുകൊണ്ടിരിക്കുന്ന. സമ്പത്തിൽ അഭിവൃദ്ധി വേണോ? സമ്പത്തിൽ ബറക്കത്ത് വേണോ? സമ്പത്ത് അധികരിക്കണം. ഹലാലായ രീതിയിൽ തന്നെ വരും പ്രിയപ്പെട്ടവരെ. ഹറാമായിട്ട് പോയി കക്കുകയോ മോഷ്ടിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അള്ളാഹു ഹലാലായ രൂപത്തിലൂടെ നല്ല സമ്പത്ത് നൽകി അനുഗ്രഹിക്കുന്നവർ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഏതാണ് ആ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ആദ്യമായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. ആ സ്വലാത്ത് പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് മറ്റൊരു അമല് കൂടി നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. സ്വലാത്ത് ഏതാണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഒന്ന് ചൊല്ലിക്കേ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ പുണ്യമാക്കപ്പെട്ട സ്വലാത്താണ്. ഈ സ്വലാത്ത് മൻ സ്വല്ലാ ഹാദിഹി സ്വലവാത്ത് കസറ മാലുഹു യൗമൻ ഫയൗമ. ആരെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലുന്നിടത്തോളം അള്ളാഹു എന്തെന്നറിയോ? ഓരോ ദിവസം കഴിയുന്നതുകൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധി ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു അമൽ കൂടി ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പഠിപ്പിച്ചു തരാം. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു, അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചുകൊണ്ട് പറയാണ്, യാ അബാദർ ലഅൻത ഗുദുവൻ ഫതഅല്ലമ ആയതൻ മിൻ കിതാബില്ലാഹ്. അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ നിന്ന് ഒരു ആയത്തിനെ നീ ഒരു ദിവസം പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരായത്തിനെ നീ പഠിക്കുകയാണ്, അല്ലെങ്കിൽ നീ ഓതുകയാണ്, നീ പഠിക്കുകയാണ്. അറിവ് പഠിക്കുക എന്നു സാരം. ഇൽമ് നിങ്ങളെ കൊണ്ട് അറിയുന്ന രൂപത്തിൽ ദീനിനെ കുറിച്ച് അറിയുക, ഖുർആൻ പഠിക്കുക, മനസ്സിലാക്കുക. അങ്ങനെ ഒരായത്തെങ്കിലും പഠിച്ചാൽ അത് ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ മിഅത റകഅ. ഈ 100 റക്അത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം പ്രിയപ്പെട്ടവരെ, മുത്തുനബി പഠിപ്പിക്കുകയാണ്, എന്താണെന്നറിയോ? ഹുളൂറു മജ്ലിസി ഇൽമിൻ അഫ്ളലു മിൻ സ്വലാത്തി അൽഫ റകഅ. എൻ്റെ ഇൽമിൻ്റെ മജ്ലിസിൽ ഹാജരാവുക എന്നുള്ളത്, ഞാൻ പറയുന്ന ഇൽമിൻ്റെ മജ്ലിസിൽ ഹാജരാവുക, ഇൽമു പഠിപ്പിക്കുന്ന
മജ്ലിസിൽ വഅലിന്റെ സദസ്സ്, ഇതുപോലുള്ള യൂട്യൂബിൽ നമ്മൾ പഠിക്കുന്ന ഇൽമിന്റെ ആ ഇരിക്കുന്ന ഇരുത്തവും ഇൽമിന്റെ മജ്ലിസ് എന്നുള്ള നിയത്തിൽ ഇരിക്കുക പ്രിയപ്പെട്ടവരെ. അതാണ് നമ്മുടെ ക്ലാസ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരം. ഇത് കാരണമായിട്ട് എനിക്ക് ഉപകാരം ഉണ്ടാവണം, നിങ്ങൾക്കും ഉപകാരം ഉണ്ടാവണം. മജ്ലിസുൽ ഇൽം എന്ന് പറഞ്ഞാൽ അത് അഫ്ളലു മിൻ സ്വലാത്തി അൽഫ് റക്അ, 1000 റക്അത്ത് നമസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല വഇയാദത്തി അൽഫി മരീള്, 1000 രോഗികളെ സന്ദർശിക്കുന്നതിനേക്കാൾ കൂലി കിട്ടുന്നതാണ്. 1000 രോഗികളെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മളൊക്കെ ഒരു രോഗികളെ പോയി കാണാൻ വലിയ പാടാണ്. നമുക്കറിയുന്ന വയ്യാണ്ട് കിടക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോയി ഒരു രോഗിയെ പോലെ നമ്മൾ കാണാറില്ല. അപ്പൊ 1000 രോഗികളെ സന്ദർശിച്ച കൂലി കിട്ടും ഹബീബായ റസൂലുള്ളാഹ്. അതിനേക്കാള് ഖൈറാണ്, അഫ്ളലാണ്, ശ്രേഷ്ഠമാണ്. വഹുലൂരി അൽഫി ജനാസ, 1000 ജനാസ അനുഗമനം നടത്തി. ഒരു ജനാസ അനുഗമനത്തിന് തന്നെ വലിയ കൂലിയാണ് പ്രിയപ്പെട്ടവരെ. 1000 ജനാസ അനുഗമനത്തിന് എത്ര വലിയ കൂലിയായിരിക്കും? അതിനേക്കാൾ ശ്രേഷ്ഠത അള്ളാഹു തരുന്നതാണ് ഈ പുണ്യമാക്കപ്പെട്ട ഇൽമിന്റെ മജ്ലിസിലിരിക്കുന്ന ആളുകൾക്ക്. അള്ളാഹു ജീവിതത്തിൽ കൊണ്ടുവരാൻ ഭാഗ്യം തരട്ടെ. എവിടെ ഇൽമിന്റെ മജ്ലിസ് ഉണ്ടെന്ന് പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ, അത്യാവശ്യങ്ങളില്ല എങ്കിൽ പോവുക, പോയി ഇൽമ് കേൾക്കുക. കേട്ടാ മാത്രം പോരാ, ഇത് പഠിക്കുക. ഇപ്പൊ എന്തെല്ലാം സെറ്റപ്പുകളാണ്. വീട്ടിലിരുന്നു കൊണ്ട് ഇൽമ് പഠിക്കാം, അല്ലേ? വീട്ടിലിരുന്ന് മൊബൈൽ ഇങ്ങനെ ഓണാക്കി വെച്ച് ഇൽമ് കേൾക്കാൻ പറ്റും. നമസ്കാരത്തെ കുറിച്ച് പഠിക്കാം. എന്നെ പോലുള്ള ഉസ്താദുമാരുടെ യൂട്യൂബിലെ വീഡിയോകൾ കണ്ട് ഇൽമ് ധാരാളമായിട്ട് പഠിക്കാൻ കഴിയുന്നുണ്ട്. ഇൽമിനെ കുറിച്ച് പഠിക്കാൻ അവസരങ്ങൾ ഇന്നുണ്ട്. പണ്ടത്തെ കാലം പോലെയല്ലല്ലോ. നമ്മുടെ വിരൽ തുമ്പിൽ തന്നെ അവസരങ്ങളുണ്ട്. ഇൽമ് പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ കാണാൻ കഴിയുമല്ലോ. അപ്പൊ അത് ഉപയോഗപ്പെടുത്തുക. അതിനൊക്കെ അള്ളാഹു വലിയ കൂലി തരും. അത് ഇൽമിനോടുള്ള സ്നേഹം കൂട്ടാൻ കാരണമാകും. ഇൽമിനോടുള്ള സ്നേഹം അത് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ. ഇൽമിനെ വെറുത്താൽ അത് അള്ളാഹുവിനോടുള്ള വെറുപ്പാണ്, അത് മറന്നു പോകണ്ട. അതുകൊണ്ട് തന്നെ പുണ്യമാക്കപ്പെട്ട ദീൻ ദീൻ പഠിക്കാൻ ഇൻഷാ അള്ളാഹ് നിങ്ങൾ തീരുമാനമെടുക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആദ്യം നമ്മളൊരു സ്വലാത്ത് പറഞ്ഞു, അതിൻ്റെ പ്രതിഫലം പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ എന്തായിരുന്നു? ഈ പറഞ്ഞ അമലാണ്. അള്ളാഹു ഇതേപോലെ എല്ലാ ദിവസവും ഓരോ അമലുകൾ വെച്ച് പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെയും ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.